സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന് ഇന്ന് നിർണായകം. ജയിൽ മോചനം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. സാങ്കേതികമായി ഇന്നലെ രാത്രിയോടെ 20 വർഷം നീണ്ട ജയിൽവാസം അബ്ദുറഹീം പൂർത്തിയാക്കി. ഇന്ന് ഉത്തരവ് ഔദ്യോഗികമായി പുറത്തിറങ്ങുമെന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. സാങ്കേതിക കുരുക്കുകൾ പരമാവധി ഒഴിവാക്കാനുള്ള നടപടികൾ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. സിനോജ് തോമസ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. സിനോജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കേരളമാകെ ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ എല്ലാവരും ചേർന്നാണ് കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ച് അബ്ദുറഹീമിന്റെ മോചനത്തിനായി നൽകിയത്. പലതരത്തിലുള്ള നിയമത്തിന്റെ സാങ്കേതിക നൂലാമാലകളിൽപ്പെട്ട് ഈ മോചനം നീണ്ടുപോവുകയായിരുന്നു. ഇനി അത്തരത്തിലൊരു വൈകൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ശ്രീ, അതായത് ഇന്നലെ രാത്രിയാണ് 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കാലാവധി പൂർത്തിയായത്. 2020 സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് റഹീം അവിടെ ജയിലിൽ തടവ് ശിക്ഷയിലാകുന്നത്. അതായത് വധശിക്ഷയാണ് സൗദി ക്രിമിനൽ കോടതി വിധിച്ചത്. പക്ഷേ നമ്മൾ ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അത് 34 കോടി രൂപയുടെ ദിയാദാനം പിരിച്ചെടുത്ത് സൗദിയിലേക്ക് അയച്ചിരുന്നു. അങ്ങനെ സൗദി ബാലന് കുടുംബത്തിന് പണം നൽകിയതുകൊണ്ട് അവർ മാപ്പ് നൽകുകയും കോടതിയിൽ നിന്ന് വധശിക്ഷ ഒഴിവായി കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ക്രിമിനൽ കോടതി പറഞ്ഞത് 20 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ നീണ്ടുപോയത്. ഏതായാലും തടവ് ശിക്ഷയുടെ കാലാവധി ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തിയായിരിക്കുന്നു. ഇനി വേണ്ടത് എക്സിറ്റ് വിസ ലഭിച്ച് അവിടെ നിന്ന് ജയിൽ മോചിതനായി നാട്ടിലേക്ക് വരികയാണ് വേണ്ടത്. ഇതിന് സാങ്കേതികപരമായ നടപടിക്രമങ്ങളുണ്ട്. അവിടെയുള്ള സഹായ സമിതിയൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് നാളെ മുതൽ അവിടെ സൗദിയിൽ പെരുന്നാളിന്റെ അവധി ആരംഭിക്കുകയാണ്. ഇന്നുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞ ശേഷം മാത്രമേ റഹീമിനേക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി കഴിയുള്ളൂ. ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ പെരുന്നാൾ മുൻപ് തന്നെ നാട്ടിലേക്ക് വരാനും പെരുന്നാൾ നാട്ടിൽ ആഘോഷിക്കാനും റഹീമിന് സാധിക്കും. ഏതായാലും റഹീമിന്റെ കുടുംബവും നാട്ടുകാരും സഹായ സമിതിയൊക്കെ തന്നെ റഹീമിന്റെ മടങ്ങിയവരവനെ കാത്തിരിക്കുകയാണ്. ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും റഹീം വിമാനം ഇറങ്ങുകയും ചെയ്യുക. ശരി, സിനോജ് തോമസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.